പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും
കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗരസപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ ആ ബന്ധം എന്ന് പറയണത് സ്വന്തമെന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും. അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഓരോ ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണതല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും ഫലത്തിൽ. സങ്കീർത്തനം 118:8-9 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്ക് ഭരിക്കാതെ വരണത്. അത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കി പറയും. സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയിൻസി. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കോട്ടയം അതിരൂപതയിൽ മാഞ്ഞൂർ മകുടാലയം ഇടവകയിലായിരുന്നു. ഒരു 1.5 മാസമായിട്ട് ഞാനിപ്പോൾ പുഴുക്കോല് പള്ളി ഇടവക അംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. ആ സാക്ഷി ഞാനിവിടെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അതിനുശേഷം കൊറോണയൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നൊന്നുമില്ല. പിന്നെ 22-ലാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. അത് ഞാൻ പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ 2024-ലാണ് ഞാൻ ആ സാക്ഷ്യം പറഞ്ഞത്. അതിനുശേഷം എനിക്ക് കുമളി കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, അതൊന്ന് വിറ്റ് കിട്ടിയാലേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങൾ 2008 മുതൽ ഞാനും പിള്ളേരും ഹസ്ബൻഡും കോട്ടയത്താണ് താമസിച്ചത്. അപ്പം അങ്ങോട്ട് കുമളിക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉപ്പ് അവിടെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് അത് കച്ചവടം കഴിഞ്ഞ 2025 ഡിസംബറിൽ എൻ്റെ കച്ചവടം നടന്നു. അതിനുശേഷം ഒരു ഭവനം എനിക്ക് വേണമായിരുന്നു വേറെ വാങ്ങിക്കുക. അപ്പം ഞങ്ങൾ 2012 മുതൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു മാഞ്ഞൂർ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ വീട് പോയി കണ്ടു. 2-3 സ്ഥലത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, വീട് പോയി കാണുമ്പോൾ എല്ലാം പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട് തരാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അമ്മ ഇഷ്ടപ്പെടുന്നൊരു വീട് എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് പാടാം, എനിക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ലെന്ന്.
അപ്പോൾ പക്ഷേ അഡ്വാൻസ് കൊടുത്തെങ്കിലും എനിക്ക് എന്താണോ ആ വീട് മാറിപ്പോയി, വാങ്ങിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ആപ്പാഞ്ചിറയിൽ ഒരു വീട് വന്ന് കണ്ടു. വീട് കുഴപ്പമില്ല, 14 സെൻറ്റ് സ്ഥലം, ഒരു വീട് വന്ന് കണ്ടു. അപ്പോൾ അവർ 30 ലക്ഷം രൂപ പറഞ്ഞു. ഞങ്ങളത് 25 പറഞ്ഞു. അവർ തരത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, വേണ്ടാന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ വീടൊക്കെ പിന്നെയും പോയി കണ്ടു, പക്ഷേ ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പൈസ്മോണ്ട് ഒരു വീട് പോയി കണ്ടു. അവിടെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തു. അന്നേരം അത് വീടൊന്നിനും കൊള്ളത്തില്ലാഞ്ഞു. പക്ഷേ എങ്കിലും അവിടെ സ്ഥലം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു. അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവമേ, ആ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ പോയി താമസിക്കുന്നത്? ഒന്നിനും കൊള്ളത്തില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നോർത്ത് തിരിച്ച് 22-ാം തീയതി ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു. ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അപ്പം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് വീടൊന്നിനും കൊള്ളത്തില്ലല്ലോ, അതെന്നാ ചെയ്യുന്നു, അവൻ എന്നാ പിന്നെ അത് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ചേച്ചി, എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും പോയായിരുന്നു, എനിക്കൊന്നും പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അവർ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞു. ആ കുർബാനയുടെ സമയത്ത് അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എങ്ങനെയാടി അത് മാറിപ്പോകുന്നത്, മേടിക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി, വിശുദ്ധ കുർബാനേനേക്കാളും ശക്തി വേറെ ഒന്നിനുമില്ല, എനിക്കറിയാം, കുർബാനയോടും വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. ഞാൻ എടുത്തില്ല. കുർബാനയുടെ സമയത്ത് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഫോണെ വിളിച്ചു. ചേച്ചിയെ ഫോൺ എടുത്തു. അപ്പോൾ ചേച്ചിയോട് എൻ്റെ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ ഫോൺ മേടിച്ചു. ഫോൺ മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എടി ആപ്പാഞ്ചിറയിൽ ആ വീട് നമുക്ക് 27 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് അതും വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അതിനും അത് അഡ്വാൻസ് കൊടുത്ത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വെളിയിൽ പോകാനായിട്ടൊരു ഇതിന് ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കൊടുത്തതാണ്. പക്ഷേ പിന്നെ അതിനെക്കുറിച്ചൊരു അറിവൊന്നും ഇല്ലാഞ്ഞ് ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. ഞാനത് എന്നാൽ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വെച്ചു. അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞ ഡിസംബറിൽ എന്നെ ഏജൻറ്റ് വിളിച്ചു, ഞാൻ ഈ പേപ്പർ വെക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്നാൽ വെച്ചോളാൻ പറഞ്ഞ്. അതിനുശേഷം ഏജൻറ്റ് പേപ്പർ വെച്ച് മാർച്ച് ആദ്യം എനിക്ക് അപ്പം എന്നെ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ PCCയുടെ സർട്ടിഫിക്കറ്റിനെ വെച്ചിട്ട് എനിക്കത് കിട്ടിയില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഭയങ്കര പരീക്ഷണമാണല്ലോ, എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നോർത്ത്. എനിക്ക് മാർച്ച് 6-ാം തീയതി ആയിരുന്നു ബോംബെയിൽ ഇൻ്റർവ്യൂ. മാർച്ച് 5-ാം തീയതിയാണ് എനിക്കിത് കിട്ടുന്നത്. മാർച്ച് 4-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയി. അതെനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കിട്ടി. ഹസ്ബൻഡ് എനിക്കത് ഇട്ട് തന്നു. അതിനുശേഷം ഞാൻ ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഏജൻറ്റ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആയിട്ടല്ല ഞാൻ ഇവിടുന്ന് പോയത്. കാര്യം ഏജൻറ്റ് എന്നോട് പറഞ്ഞായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തില്ല, ഞാൻ മറന്നു പോയായിരുന്നു എടുക്കാനായിട്ട്. തിരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതെ വന്നു, നിങ്ങൾ എന്ത് കാരണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. ഞാനതെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇതെന്ത് പരീക്ഷണ, എനിക്കിതും പറ്റുന്നില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അവിടെയുള്ള ഏജൻറ്റ് എന്നെ വഴക്ക് പറഞ്ഞു, ഇവിടെയുള്ള ഏജൻറ്റ് എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. അപ്പം എന്നെ 2 ഏജൻറ്റും എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാനെന്ന് മാതാവിനോട് എൻ്റെ മാതാവ് ഇതെന്ത്, നീ എന്നെ ഒന്ന് സഹായിക്കുക, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒത്തിരി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി മാർച്ച് 6-ാം തീയതി ഇൻ്റർവ്യൂവിന് ഞാൻ ബോംബെ എംബസിയിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ എല്ലാ ഏജൻറ്റ് എന്നോട് സ്റ്റേറ്റ്മെൻറ്റ് താ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വീട്ടിൽ ചെല്ലിട്ട് ഞാൻ അയച്ചു തരാം. അങ്ങേര് പറഞ്ഞില്ല പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചേച്ച് പറഞ്ഞു ചേട്ടായി ബാങ്കിലൊന്ന് ചെല്ലാവോ, ഒന്ന് ചോദിക്കാവോ. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞില്ല അവർ തരത്തില്ല, ഞാൻ ചെന്നാൽ തരികയില്ല. അപ്പം ഞാൻ വേഗം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെന്ന് പറയാം എന്ന് പറഞ്ഞു. പുള്ളി ചെന്ന് പറഞ്ഞിട്ടും അവർ ബാങ്കുകാർ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറിയെടുത്തെല്ലാം ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് അവർ ഇംഗ്ലീഷ് കുറേ എനിക്ക് പഠിക്കാനിട്ട് തന്നു. എനിക്കിതൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷിൻ്റെ ABCD എനിക്കറിയത്തില്ല. ഞാൻ എന്നാ ചെയ്യും? പരിശുദ്ധ അമ്മ എനിക്ക് ഹിന്ദിയാണെങ്കിൽ എന്നോടെല്ലാം ചോദിച്ചാൽ എനിക്കറിയാം, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അവർ ചോദിച്ചത് മുഴുവൻ എന്നോട് ഹിന്ദിയായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അവിടെയും പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരാൾ എന്നോട് ഒന്ന് ചോദിക്കുക എന്തിനാ കുറേ നേരമായല്ലോ കരയുന്നതെന്ന്. അപ്പം എനിക്ക് അപ്പടി ഇതായിരുന്നു, ഞാൻ അറിയത്ത പോലും ഇല്ല ഇതാരാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അതേന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ വന്ന്, എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇവിടെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കിട്ടത്തൊന്നുമില്ലല്ലോ. അന്നേരം ഇയാൾ എന്നോട് പറയുക, അതിനെന്തിനാ സങ്കടപ്പെടുന്നത്, ഇത്ര അടുത്തല്ലേ, ബോംബെ എംബസിയുടെ അടുത്തല്ലേ ബാങ്ക് SBI ഉള്ളത്, നിങ്ങൾക്ക് പോയി എടുക്കാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ലത്. അന്നേരം വേഗം ഏജൻറ്റിനോട് ആ ആൾ പറയുക, അവർക്ക് വേഗം ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കുക, അവർ പോയി എടുത്തുകൊണ്ട് വരട്ടെ എന്ന്. എനിക്ക് അവിടെ എന്നെ സർവശക്തനായ ദൈവമാണ് അതെന്നെ അവന് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ തന്നെയാണ്, എനിക്കത് അറിയാം. അങ്ങനെ അവിടെയും പരിശുദ്ധ അമ്മ, ഞാൻ എന്നിട്ട് അവർ ഗൂഗിൾ മാപ്പ് ഇട്ടുന്നു. ഞാൻ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് നടക്കണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ വെറും 120 രൂപ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എടുത്തു തന്നു, അത് ഞാൻ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നപ്പം മെയ് മാസം 14-ാം തീയതി ഞാൻ പുതിയ വീട്ടിലോട്ട് കയറി താമസിച്ചു. അത് എനിക്കറിയത്തില്ല, അന്ന് കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളെന്ന് എനിക്കറിയത്ത് പോലുമില്ല. അന്ന് മെയ് 14-ാം തീയതി ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ. അന്ന് എന്നെ അപ്പം ഞാൻ അച്ഛനോട്, ഞാൻ അച്ഛാ വീട് വെഞ്ചിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ നല്ല ദിവസമാണല്ലോ ഇന്ന് സ്വർഗ്ഗാരോഹണ തിരുനാൾ. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കറിയത്തില്ല, അതും പരിശുദ്ധ അമ്മ എന്നെ ആക്കി തന്നതാണെന്ന് പറഞ്ഞു. ഞാൻ കയറി താമസിച്ച് മെയ് 14-ാം തീയതി കയറി താമസിച്ചു. മെയ് 15-ാം തീയതി എനിക്ക് വിസ അടിച്ചു, എനിക്ക് പോകാൻ തന്നു, ഇത് എല്ലാം ഓക്കെ ആക്കി തന്നു. ഇന്ന് എനിക്ക് ടിക്കറ്റും കിട്ടി. ഞാൻ 24-ാം തീയതി ഞാൻ ഇറ്റലിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയോട് എനിക്ക് ഭയങ്കര, എൻ്റെ ജീവൻ എനിക്ക് വിശുദ്ധ കുർബാനയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതെന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഉടമ്പടി എടുത്താൽ പിന്നെ എനിക്ക് വിശുദ്ധ കുർബാനയുടെ അതുപോലെ എനിക്ക് ദാഹമാണ് എനിക്ക്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ കൂടുതലും ക്യാൻസർ രോഗികളൊക്കെയാണെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം. ഞാൻ അവരെയാണ് കൂടുതലും ക്യാൻസർ രോഗികൾക്ക് കൊടുക്കും ഞാൻ, എന്താണെന്ന് പറഞ്ഞാലും. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. പിന്നെ വഴി അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും. അറിയാൻ മേലാത്ത ആരെങ്കിലാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ 2 കൂട്ടത്തിൽ പോലും ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് വരും. പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച് ഇവിടുന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയതയിൽ ഞാൻ ഒത്തിരി എനിക്ക് വിശുദ്ധ കുർബാനയിലോട്ട് എനിക്ക് ഒത്തിരി ഈശോ എന്നെ അടുപ്പിച്ചു. അതുപോലെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ചിലപ്പോൾ കൊന്ത ഞാൻ ചെല്ലി ചിലപ്പോൾ ഞാൻ മറന്നു പോകും, എത്രയെണ്ണം ചെല്ലിയെന്ന് പോലും എനിക്കറിയാൻ മേല. അങ്ങനെയാണ് കാരുണ്യപ്രവർത്തിയായിട്ട് ചെന്ന് വല്ല ഡ്രസ്സൊക്കെ എൻ്റെ തന്നെ ആയിരിക്കും ഡ്രസ്സൊക്കെ ഞാൻ ചിലപ്പം നല്ലത് തേച്ച് അലക്കിയൊക്കെ ഞാൻ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അത് ഞാനൊരു പരിധിക്കുള്ളിൽ ഞാൻ എൻ്റെ കൈ വെക്കുകയല്ല, എനിക്കിഷ്ടമില്ല. അത് ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ഇല്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ടൊക്കെ ചെയ്യുന്നത്. ഇത്ര എന്നെ സഹായിച്ച എൻ്റെ സർവശക്തനായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നന്ദി പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 94:18 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജെൻസി PT മാഞ്ഞൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്രകാരം ഈ അമ്മയോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് വളരെയേറെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. 2012 മുതൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ള തീരുമാനവും അത് പരിശുദ്ധ അമ്മ വഴി സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിക്കുവാനും അതിൽ താമസിക്കുവാനും സാധിക്കുകയുണ്ടായി. അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്ന് കൊണ്ടുള്ള വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ അമ്മയ്ക്കത് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുവാനുള്ള ഈ അമ്മയുടെ ആഗ്രഹത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടായെങ്കിലും അത് പരിശുദ്ധ അമ്മ തൻ്റെ ഇടപെടലിലൂടെ അത് നേരെയാക്കുകയും ചെയ്തു. കാരണം ബോംബെയിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറന്നുപോയത്, എന്നാൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ ചില വ്യക്തികളിലൂടെ പരിശുദ്ധ അമ്മ ഇടപെടലുണ്ടായി. തൊട്ടടുത്ത് തന്നെ SBIയിൽ പോകുവാനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവാനും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെ അത് പെട്ടെന്ന് ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ് ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഉണ്ടായത്. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈ അമ്മയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നത് പരിശുദ്ധ കുർബാന എപ്പോഴും മുടങ്ങാതെ കണ്ട് സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുന്നത് തന്നെയായിരുന്നു. ഉടമ്പടിയിലൂടെ ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ
അത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കത് കാട്ടിത്തരിക. അത് നമ്മുടെയൊക്കെ എല്ലാവിധമായ പ്രയാസങ്ങളിലും ആശ്വാസമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജൻസിപ്പിറ്റിയെ മാറ്റുമ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റാൻ ഈ അമ്മയെ ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരെയൊക്കെ മാറ്റട്ടെ എന്ന്